ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. തഴവ ഉസ്താദിന്റെ ഒരു ബൈത്താണത്. ഈ ഖബർ നമ്മൾ കാണുമ്പോൾ തന്നെ കരഞ്ഞു പോകണം. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഖബർ കാണുമ്പോൾ പൊട്ടി 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 കരയാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. എന്താണ് ഈ ഖബറിന്റെ ഇടുക്ക്? നിങ്ങളത് നോക്കി. ആ ഖബറിന്റെ ഒരു ഇടുക്കിലല്ലേ നമ്മെ കൊണ്ടുവെക്കുന്നത്. കൂരിരുട്ടിൽ മൂടുകല്ല് വിരിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് മണ്ണും വാരിയിട്ടിട്ട് 3 പിടി മണ്ണ് കുടുംബക്കാർ അവസാനം വാരിയിട്ടിട്ട് പിരിഞ്ഞു പോന്നാൽ നമ്മൾ പിന്നെ ഒറ്റക്കാണ്. എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അടക്കമുള്ളവര്. എന്നിട്ടും നമുക്ക് തെറ്റ് ചെയ്യാനും തെറ്റിലേക്ക് പോകാനും ഒന്നും ഒരു മടിയുമില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അള്ളാഹു നമ്മുടെ കുറ്റങ്ങളൊക്കെ പുറത്തരട്ടെ. പുറക്കാനുള്ള ഒരു കാരണം, ഒരു സബബ് അള്ളാഹുന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കി തരട്ടെ. അള്ളാഹു കാക്കട്ടെ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. തഴവ ഉസ്താദിന്റെ ഒരു ബൈത്താണത്. ഈ ഖബർ നമ്മൾ കാണുമ്പോൾ തന്നെ കരഞ്ഞു പോകണം. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഖബർ കാണുമ്പോൾ പൊട്ടി 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 കരയാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. എന്താണ് ഈ ഖബറിന്റെ ഇടുക്ക്? നിങ്ങളത് നോക്കി. ആ ഖബറിന്റെ ഒരു ഇടുക്കിലല്ലേ നമ്മെ കൊണ്ടുവെക്കുന്നത്. കൂരിരുട്ടിൽ മൂടുകല്ല് വിരിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് മണ്ണും വാരിയിട്ടിട്ട് 3 പിടി മണ്ണ് കുടുംബക്കാർ അവസാനം വാരിയിട്ടിട്ട് പിരിഞ്ഞു പോന്നാൽ നമ്മൾ പിന്നെ ഒറ്റക്കാണ്. എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അടക്കമുള്ളവര്. എന്നിട്ടും നമുക്ക് തെറ്റ് ചെയ്യാനും തെറ്റിലേക്ക് പോകാനും ഒന്നും ഒരു മടിയുമില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അള്ളാഹു നമ്മുടെ കുറ്റങ്ങളൊക്കെ പുറത്തരട്ടെ. പുറക്കാനുള്ള ഒരു കാരണം, ഒരു സബബ് അള്ളാഹുന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കി തരട്ടെ. അള്ളാഹു കാക്കട്ടെ. ഇൻഷാ അല്ലാഹ്.